ഈ ഖുർആൻ പരിഭാഷ എന്തിനിറക്കിയാലാണ് ഈ കൂട്ടരെന്ന് നമ്മൾ ഓർത്തു. എല്ലാവരും പുഷ്പയിലെ ഈ വഴിയിൽ അല്ലാഹു തആല പറയുന്ന നോക്കിങ്ങൾ ശുറക്കാത്ത് നിങ്ങൾ പറയുന്ന എന്റെ ഷെയറുകാർ അല്ലദീന തദഊന എന്റെ ഷെയറുകാരെന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾ എന്റെ ഷെയറുകാരാന്ന് വിചാരിക്കണ്ടോ. അള്ളയും പറഞ്ഞു എന്റെ ഷെയറുകാരെന്ന് പറഞ്ഞു കൈവട്ടണ്ട. അല്ലാഹു പറയാ അല്ലദീന തദഊന നിങ്ങൾ വിളിക്കുന്നു ബിന്ദുവിനല്ല അള്ളാന്റെ പുറമെ ആലിഹത്തൻ ഇലാഹുകളാണെന്നത്. ആലിഹത്തൻ എന്ന് രണ്ടാമത്തെ സങ്കല്പിക്കാതെ ഏറ്റവും പഴക്കമുള്ള മുഫസ്സിർ മഹാനായ ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു തആല തങ്ങളവர்கள் ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നില്ല. ഈ ആയത്ത് തദഊന എന്ന് പറഞ്ഞാൽ മഹാൻ രണ്ടാമത്തെ വെക്കും ആലിഹത്തൻ ഇലാഹുകളെന്ന് വിളിക്കുന്ന. അപ്പൊ തദഊന എന്നതിന്റെ അർത്ഥം നിങ്ങൾ പേര് വിളിക്കുന്നതാണ്. പക്ഷെ ഇന്ന് ഏത് ഖുർആൻ പരിഭാഷ എടുത്താലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന. വെറുതെ അല്ല ഇവർ പരിഭാഷയ്ക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നത്. ഖുർആൻ ശരിയായ മുഫസ്സിറുകൾ പറഞ്ഞത് പോലെ തഫ്സീറിലൂടെ പഠിച്ചാൽ ഒരാളുടെ വിശ്വാസവും പിഴക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മുഫസ്സിറുകളെ അധികരിച്ച് തഫ്സീർ ഓതിയിട്ട് ഖുർആൻ പഠിക്കാവൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ ശഠിച്ചത്. നേരെ മറിച്ച് ഖുർആൻ വാക്കർത്ഥം പറഞ്ഞാൽ എന്തും കേൾപ്പിക്കാം, തോന്നിയത് പറയാം. ഞാൻ വിവിധ ഖുർആൻ പരിഭാഷകൾ എടുത്താൽ ഓരോരുത്തരുടെ പരിഭാഷയും മാറിയും ഓരോരോ വാക്യത്തിൽ ഇതെല്ലാവരും കൊണ്ടും പറയിച്ചു നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ. വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഖുർആനല്ലേ ഒറ്റയടിക്ക്. നിങ്ങൾ ഈ സുന്നേല് പറയുന്നതൊക്കെ ഹദീസ്, വേറെ ഏതെങ്കിലും ഒരു വാക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഖുർആൻ തന്നെ. മുഴുവനായിട്ട് ഖുർആൻ തന്നെ. എന്താ പ്രചാരം, നല്ല പ്രോപഗണ്ട. ഈ വിളിച്ചു പ്രാർത്ഥന എവിടെ നിന്ന് കടന്നു വന്നതാ? ഏത് ദുനിയാവെന്ന് കടന്നു വന്നതായിരുന്നു? വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്ന ഒരർത്ഥം കഴിഞ്ഞു കാണപ്പെട്ട ഒരൊറ്റ മുഫസ്സിറുകൾ നൽകുന്നില്ല. വിളിച്ചു പ്രാർത്ഥന ശിർക്കാകുന്നു എന്ന് വിളിച്ചു പ്രാർത്ഥന ഒന്നും അയാൾ പറഞ്ഞിട്ടില്ല. ഔലിയാക്കന്മാരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നത് ശിർക്കാകുന്നു എന്ന് ലോകത്താദ്യമായി പറയുന്നത് 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു തൈമിയ്യത്തുൽ ഹറാനി എന്ന ദമാസ്കസ് പണ്ഡിതനാണ്. ചരിത്ര നിരൂപകന്മാർക്ക് ഒരു കാര്യം വേണമെങ്കിൽ നിരൂപിക്കാം. ഞാനിവിടെ സമർത്ഥിക്കുകയല്ല. ഏത് വിദഅത്തുകളും ഏതുതരം പുതിയ ചിന്തകളും ഏതുതരം പാർട്ടികളും ചിന്തകളും ഇസ്ലാമിൽ കടന്നു വന്നതുണ്ടെങ്കിൽ അതൊക്കെ പഴയ പേർഷ്യൻ സാമ്രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ടതാണെന്ന് കാണാൻ കഴിയും. എല്ലാം ആ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഡമാസ്കസുകാരനായ ഹറാനി ഇബ്നു തൈമിയ്യത്തുൽ ഹറാനി ആ ഇബ്നു തൈമിയ്യയാണ് ഈ വാദവും കൊണ്ടുവന്നത്. ഇസ്തിവാസ ശിർക്കാണ്, ഇസ്തിവാസ ശിർക്കാണ്. ഇസ്തിവാസാണ് പേരിട്ടും ചെയ്ത അയാള്. എന്താ അത് നമ്മൾ കുടുങ്ങുമ്പോ എന്റെ അമ്മേന്ന് അറിയില്ലേ കുട്ടികളെടുക്കുമ്പോ എന്റെ അമ്മേന്ന് ഇസ്തിഹാസാണ്. അതിന് അറബിൽ പേര് ഇസ്തിഹാസാണ്. അമ്മേന്റെ അമ്മേന്ന് അറിയില്ലേ, ഉമ്മ മരിച്ചോലും ജീവിച്ചോലും ഒക്കെ പറയും. ഇതിന്റെ പേര് അറബിൽ എന്താ പറയാനൊരു ഇസ്തിഹാസ. വിളിച്ചാർച്ചാണ് അതിന്റെ അർത്ഥം. വിളിച്ചാർച്ചെന്ന് പറയുന്നത് എന്റെ അമ്മേന്ന് അറിയുന്നത് ആരും പറയുന്നതാണ്. സ്വാഭാവികമായും ഏതൊരാളും അടി കൊണ്ടിട്ട് പൊളയുമ്പോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്റെ കുറച്ചുകൂടി കഴിഞ്ഞാല് വിശ്വാസികൾ എന്റെ അമ്മേ. വേറെ ചിലവ് നമ്മുടെ അടുത്ത ആരാണോ ഏറ്റവും മഹാനായി കാണുന്നത് വെച്ചാൽ ആ ആളെ ചിലപ്പം വേണം പറയും തങ്ങളെ മുത്തുനബിയേ. ഇതൊക്കെ ഇസ്തിഗാസയാണ്. ഇതിന്റെയൊക്കെ അർത്ഥം വിളിച്ചാർക്കാണ്. ഇത്രയതിനുള്ളൂ. ഇത് സ്വാഭാവികമായി പ്രയാസവും പ്രതിസന്ധിയും നേരിടുന്ന നേരത്ത് അവനവന്റെ ഹൃദയത്തിന്റെ അകത്ത് ആദരവ് പിടിച്ചുപറ്റി ആദരവിന്റെ സ്വാധീനം നേടിയത് ആരാണോ അവരെ അബോധാവസ്ഥയിൽ ഒറ്റ ശബ്ദം തരുക എന്ന് പറഞ്ഞതുകൊണ്ട് ബോധാവസ്ഥയിൽ കരുതിക്കൂട്ടി പറയുന്നതുകൊണ്ട് ഇതൊക്കെ സാധാരണ വരാം. ഇതൊക്കെ ഒരു ആശ്വാസം. കുറച്ചൊന്നും നിലവിളിച്ചാതൊരാശ്വാസം. അത് മനഃശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ അതൊരാശ്വാസം. ഈ ആശ്വാസവാചകം എന്ന നിലയിൽ വരുന്ന വാക്യം ബദരീങ്ങളെ മുത്തുനബിയേ യാ റസൂലല്ലാഹ് എന്നൊക്കെ വരലുണ്ട്. ഇതാണ് ഭാഷാർത്ഥപ്രകാരം ഇസ്തിഗാസ. ഈ ഇസ്തിഗാസകൾ നടത്തുന്നത് അല്ലാഹ് മരണമായി തന്നെയല്ലേ വില നടത്തുന്നത്. അത് ശിർക്കാണ് ഇബ്നു തൈമിയ്യത്തുൽ ഹറാനി പറഞ്ഞത്. നിങ്ങൾ ഓർക്കണം. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ 21-ന് ശേഷം നമ്മുടെ നാട്ടിൽ വന്നവർക്ക് എത്തിയപ്പോ ബദരീങ്ങളെ സഹായിക്കണേ, മുഹിയുദ്ദീൻ ശേഖെ രക്ഷിക്കണേ എന്നതുപോലുള്ള ഇസ്തിഗാസയാക്കി. പാർപ്പതിയാപ്പിന് വ്യവസ്ഥ വരുമ്പോ എന്താ ബദരീങ്ങളെ സഹായിക്കണേ, മുഹിയുദ്ദീൻ ശേഖെ രക്ഷിക്കണേ എന്നതുപോലുള്ള ഇസ്തിഗാസ ശിർക്കാണ് ഞങ്ങൾ പറയുന്നു. വാദം
സഹോദര സുന്നികള് ആ ഇസ്തിഗാസ ജായിസാകുന്നു ഞങ്ങൾ പറയുന്നു. ഇസ്തിഗാസ ഏതാണ് നിങ്ങളോട് അപ്പോഴും തർക്കം നിൽക്കുന്നു. എന്തിനായി ഇസ്തിഗാസ, എന്തിനായി വളഞ്ഞു പിടിക്കുന്നത് ആരും ചോദിച്ചില്ല. ചോദിക്കാതെ പോയപ്പോ ആൾക്കാരുടെ ബദരീങ്ങളെ രക്ഷിക്കണേ, മുയ്യദ്ദീൻ കാക്കണേ എന്നിതുപോലുള്ള ഇസ്തിഗാസ സുദൃഢമായി ഇങ്ങനെ പോയി നോക്കുമ്പോ പൊഞ്ചമ്മേ ഇസ്തിഗാസയല്ലത്രേ. അറബി ഗ്രാമർ പഠിക്കുന്ന ആളെ ഇസ്തിഗാസ പഠിക്കുമ്പോൾ എന്റെ മോനെന്നാൽ ഇസ്തിഗാസാണെന്നെ ഓല് പറയാം. അതിന് പദം മാറുന്നേ ഉള്ളൂ. ഗ്രാമറിൽ അതിന് പദം മാറും. നുതുബാന്നൊക്കെ അങ്ങനത്തെ പദങ്ങളിൽപ്പെട്ട ഒന്നാണ് ഭാഷാപ്രകാരം ഇസ്തിഗാസ. എന്റെ അമ്മോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ വിളിക്കാൻ പാടില്ല. അവരെ സഹായിക്കുന്നവരിതല്ലേ വിളിക്കുന്നത് എന്നൊക്കെ ഇപ്പുണ്ടായ തത്വങ്ങളാണ്. ഇബ്നു തൈമിയ്യത്തുൽ ഹർറാനി പറഞ്ഞത് അതൊരു ദുആയാണ്, ദുആ ഇബാദത്താണ്. അതുകൊണ്ട് ഇബാദത്ത് അല്ലാഹ്ക്കേ പാടുള്ളൂ, ദുആ അല്ലാഹ്ക്കേ പാടുള്ളൂ. ഇബ്നു തൈമിയ്യ സമർത്ഥനം. ഞാൻ അവിടേക്ക് കിടക്കല്ല. തവസ്സുൽ ഇസ്തിഗാസ എന്ന വിഷയം ഈ പരിപാടിയുടെ പ്രഥമ പരിപാടിയായി മമ്പാട് നടത്തിയതിലെ വിഷയം മഞ്ചേരി നടത്തിയ വിഷയമാണല്ലോ. അപ്പൊ അതിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഇസ്തിഗാസ ശിർക്കാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അയാൾ കൊണ്ടുവന്നപ്പോ അതിനെ അധികരിച്ചിട്ട് മലയാളികൾക്കിടയിൽ മലയാളി വഹാബികൾ ഉണ്ടാക്കി തീർത്ത അർത്ഥമാണ് വിളിച്ചു പ്രാർത്ഥന. മാസികയിലും വാരികയിലും ലേഖനത്തിലും പ്രസംഗത്തിലും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന ഒരർത്ഥം എന്ന പദത്തിന് തെളിയിക്കാൻ ഭാഷാപരമായോ ശറഈയായോ ഏതെങ്കിലും ഡിക്ഷണറിയിലോ ഏതെങ്കിലും കിതാബിലോ തെളിയിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ എല്ലായിടത്തും എന്ന് വിളിക്കുന്നതാണ്. അതിവിടെയും ആവർത്തിക്കുന്നു. വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അർത്ഥം, അങ്ങനെ ഒരർത്ഥം ദഅ എന്ന വാക്യത്തിനില്ല. ഒന്നുകിൽ ദഅ വിളിച്ചു, അല്ലെങ്കിൽ ദഅ പ്രാർത്ഥിച്ചു. രണ്ടും. ഇത് മലയാളം കഴിയുന്നവർക്കൊക്കെ അറിയാം. വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഇതെന്താ ഒരു ഏച്ചൂട്ടൽ അവിടെ മുടക്കുന്നുണ്ട് ഇല്ലേ? ഭാഷ എഴുതുന്നവർക്കൊക്കെ ഒരു ഏച്ചൂട്ടൽ എന്താണ്? വിളിച്ചു പ്രാർത്ഥിച്ചു. എന്തേത് വിളിച്ചു പ്രാർത്ഥിക്കണം? വിളിക്കാനും പ്രാർത്ഥിച്ചൂടെ എന്നൊരാൾക്ക് ചോദിക്കാം. എന്തിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്? വിളിക്കാനും പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിക്കാതെ വിളിക്കും ചെയ്തൂടെ? എങ്കിൽ പിന്നെ വിളിക്കൽ വേറെ പ്രാർത്ഥിക്കൽ വേറെയാ. അപ്പൊ രണ്ടും കൂടി കൂട്ടിയടിച്ചിട്ട് ഒന്നുണ്ടാക്കിയാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള അർത്ഥമാണ് തെദൂന എന്നതിൽ കാണുന്ന ആയത്തിൽ മുഴുവൻ വെച്ചിട്ട് ഖുർആൻ പരിഭാഷക്കാർ മുഴുവൻ പിഴപ്പിക്കുന്നത്. ഈ ഖുർആൻ പരിഭാഷക്കാരായ വഹാബികൾ പിഴപ്പിക്കുന്ന ആ പിഴവാണ് ഇവിടെയും നമ്മൾ വായിക്കുന്നത്. തെദൂന നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന. ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ തബ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ വിവരിക്കുന്നു. ഇബ്നു ജരീർ തബ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ ആരാണ്? അദ്ദേഹമാണ് മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമുള്ളയാൾ. ഏറ്റവും പഴക്കമുള്ള മഹാനായ ഇബ്നു ജരീർ തബ്രി ഹിജ്റ 310 മരണം. ഹിജ്റ 310. അപ്പൊ ഏതാ നൂറ്റാണ്ട്? 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അവരുടെ വഫാത്ത്. 3-ാം നൂറ്റാണ്ടിലാണ് തങ്ങളുടെ ജീവിതം. അപ്പൊ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഏറ്റവും പഴക്കമുള്ള മഹാനായ മുഫസ്സിറായ ഇബ്നു ജരീർ തബ്രി റളിയല്ലാഹു അൻഹു മഹാൻ ഇങ്ങനെ ഒരായത്തിനെ പറയുന്നത് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി എന്ന ആയത്തിനെ മഹാൻ വിവരിക്കുന്നത് യഖൂലു തആലാ ദിക്റുഹു വൽ ആലിഹതു അല്ലതി യദ്ഊഹൽ മുശ്രികൂന അർബാബൻ വആലിഹതൻ. എത്ര ക്ലിയർ! വല്ലദീന യദ്ഊന മിൻ ദൂനിഹി എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുന്നു. യഖൂലു തആലാ ദിക്റുഹു അല്ലാഹു പറയുന്നു. വൽ ആലിഹതു ഒരു വിഗ്രഹങ്ങൾ, യാതൊരു വിഗ്രഹങ്ങൾ അല്ലതി യദ്ഊഹൽ മുശ്രികൂന ഈ ബഹുദൈവ വിശ്വാസികൾ അവയെ പേർ വിളിക്കുന്നു അർബാബൻ റബ്ബുകളെന്നും വആലിഹതൻ ഇലാഹുകളെന്നും. ഇലാഹുകളെന്നും റബ്ബുകളെന്നും ഇവർ വിളിക്കുന്ന ദൈവങ്ങളിൽ നിന്ന് ഇബ്നു ജരീർ തബ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ ജാമിഉൽ ബയാൻ എന്ന തബ്രി എന്ന് ചുരുക്കി പറയുന്ന തഫ്സീറിന്റെ 7-ാം വാല്യം 364-ാം പേജിൽ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആയത്തുകൾക്കൊക്കെയും മഹാൻ വിവരിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഫത്ഹുൽ ബാരിയിലൊക്കെ നോക്കിപ്പോ ഈ അർത്ഥം കാണുന്നതാണ്.